ഹായ് ഫ്രണ്ട്സ്, ഇറച്ചിയോ മീനോ ചിക്കനോ മുട്ടയോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന വെറും അച്ചാറോ തൈരോ ചമ്മന്തിയോ ചേർത്ത് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റൈസ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് ചൂടാകുമ്പോൾ ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്കായ, 1/2 ടീസ്പൂൺ വലിയ ജീരകം എന്നിവ ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള 3-4 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ഒരു മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്ത് അതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 2 തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഡ്രൈ ലെമൺ ചേർത്ത് പാത്രം അടച്ചു വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അരമുറി ക്യാപ്സിക്കവും 1 കൈപ്പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ പാത്രം ഓപ്പൺ ചെയ്ത് റൈസ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള കുസ്ക റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. ഈ രീതിയിൽ റൈസ് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പുതിയ പുതിയ റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.